വേറെ ഒരു ഡിസംബർ 31 ഹാപ്പി ന്യൂ ഇയർ. ഡിസംബർ 31 നമുക്ക് എല്ലാവർക്കും ഭയങ്കര വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. പല ആളുകളും, വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർ ദേ ഡോണ്ട് കെയർ. കാരണം ഡിസംബർ 31 ആണെങ്കിലും ജനുവരി 1 ആണെങ്കിലും ഏപ്രിൽ 2 ആണെങ്കിലും എല്ലാം അവർക്ക് ഒരേപോലെ തന്നെയാണ്. സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, അതിൽ കുഴപ്പമില്ല. പക്ഷേ മജോറിറ്റി ആളുകൾക്കും ഒരു ഡിസംബർ 31 എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. അവരവരുടെ കൂട്ടുകാരുടെ അടുത്തും അവരുടെ ഫാമിലിയുടെ അടുത്തും അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവരുടെ അടുത്തും ഓർ ഈവൻ ദംസെൽവ്സ് സ്വയമേ ആണെങ്കിൽ കൂടെയും ഒരു വളരെ മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. ഇപ്പം ഒരു പാർട്ടി ആണെങ്കിൽ പോലും ഞാൻ അതിനെ മെഡിറ്റേറ്റീവ് എന്നാണ് വിളിക്കുന്നത്. കാരണം ദേ കൺസിഡർ ദം ദാറ്റ് ഡേ ഡിസംബർ 31 എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ദിവസമായിട്ട്. കാരണം വലിയ മാറ്റങ്ങൾ ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൽ വരുത്താൻ പറ്റുന്നതായിട്ടുള്ള ഒരു ദിവസമാണ് ഡിസംബർ 31 എന്ന് പറയുന്നത്. ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ സെറ്റ് ചെയ്യുന്ന ഒരു ചടങ്ങുകൾ നമുക്കറിയാം. നമ്മൾ കുറച്ച് ബാഡ് ഹാബിറ്റ്സ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നു. നമ്മൾ അടുത്ത വർഷം ഒരു ബെറ്റർ പേഴ്സൺ ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില തീരുമാനങ്ങൾ എടുക്കുന്നു. ചിലപ്പോൾ അതിൽ മദ്യപാനം ഒഴിവാക്കുകയായിരിക്കാം, പുകവലി ഒഴിവാക്കുകയായിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ നല്ല ഫുഡുകൾ കഴിക്കുന്നതായിരിക്കാം, പോട്ടെ വേറെ ഏതെങ്കിലും സ്കില്ലുകൾ പഠിക്കുന്നതായിരിക്കാം. അതിന് വേണ്ടിയിട്ട് പ്രെപ്പ് ചെയ്യുന്ന എന്തോ ആയിക്കോട്ടെ. സോ ഈവൻ അതൊരു ചെറിയൊരു സ്റ്റെപ്പ് ആണെങ്കിൽ പോലും അത് സ്റ്റിൽ വാല്യൂബിൾ, റൈറ്റ്? ഇതിൽ ഇപ്പോൾ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് പെർസ്പെക്റ്റീവിൽ പറഞ്ഞു കഴിയുമ്പം നമുക്ക് എല്ലാവർക്കും ഈ മീം കൾച്ചർ വഴി പരിചയമുള്ള സംഗതിയാണ് ജിമ്മിലെ തിരക്ക്. ഡിസംബറിലുള്ള ജിമ്മിലെ തിരക്ക് വേഴ്സസ് നവംബറിലുള്ള ജിമ്മിലെ തിരക്ക് വേഴ്സസ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലുള്ള ജിമ്മിലെ തിരക്ക് നൈറ്റ് ആൻഡ് ഡേ ഡിഫറൻസ് ആണ്. അതെന്തുകൊണ്ടാണ്? ഇറ്റ്സ് ബിക്കോസ് പീപ്പിൾ മേക്ക് റെസൊല്യൂഷൻസ്, പീപ്പിൾ ഡിസൈഡ് ടു ചേഞ്ച്. ആ ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും ഹെൽത്തിൻ്റെ കാര്യത്തിൽ ദ ഡിസൈഡ് ടു ചേഞ്ച്, എന്നിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ജിമ്മിൽ വന്നിട്ട്, റൈറ്റ്? അപ്പോൾ ഓബിയസ്ലി ജിമ്മിലെ തിരക്ക് കൂടും. അതൊരു ഫണ്ണായിട്ട് എടുത്തെങ്കിൽ കൂടെയും ഇതിൽ ഒരു ശതമാനം ആൾക്കാർ ഇതിൽ ഇനി മാറ്റം എന്താണ് ഞാൻ കണ്ടെന്നുള്ളത്, ഇതാണ് ആ കൾച്ചർ, ഇതാണ് ആ പാറ്റേൺ ഞാൻ കണ്ടിട്ടുള്ളത്. ഇതിൽ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റും ഇപ്പം ഞാൻ കാണുന്നതായിട്ടുള്ള ഒരു മാറ്റമുണ്ട്. ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ജനുവരി പോകുന്നതിന് മുമ്പേ അന്ന് ഡിസംബറിലേക്ക് പിടിക്കാം. സോ ജിമ്മുകൾ ഈ ഓഫറുകൾ കൊടുക്കാൻ തുടങ്ങി, ഇയർലി ഓഫറുകൾ കൊടുക്കാൻ തുടങ്ങി ന്യൂ ഇയറിന് വേണ്ടിയിട്ടുള്ള. സോ സംടൈംസ് ലൈക്ക് നവംബർ അല്ലെങ്കിൽ ഡിസംബറിൻ്റെ സമയം ആകുമ്പോഴത്തേക്ക് ഇവർ പറയും ഇപ്പോഴേ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആനുവൽ ഫീ ഒഴിവാക്കാം, അങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺസെഷനും കാര്യങ്ങളൊക്കെ കൊടുക്കും, റൈറ്റ്? സോ അത് ഈവൻ ദോ അതൊരു മാർക്കറ്റിംഗ് ആണെങ്കിൽ പോലും അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നെറ്റ് പോസിറ്റീവാണ്, റൈറ്റ്? പീപ്പിൾ വിൽ സൈൻ അപ്പ്, അവർക്ക് ജിമ്മിൽ പോകാൻ പറ്റും. അതിലൊരു വേറൊരു ഡാർക്ക് സൈഡ് ഉണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ മനുഷ്യൻ്റെ ബിഹേവിയർ തന്നെയാണ്. അവർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മേ ബി ഷോപ്പ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ പോയിക്കൊണ്ടിരിക്കും, പക്ഷേ ജിമ്മിൽ ആളുണ്ടാവത്തില്ല. അതൊരു വേറൊരു സംഭവമാണ്. അതിനെപ്പറ്റി ഞാനിപ്പോൾ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ഈ മീം കൾച്ചർ ഡിസ്ട്രോയ് ചെയ്ത ഒരു സംഭവമുണ്ട്. ഈ ജിമ്മിൽ ആളുകൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അല്ലെങ്കിൽ ഈവൻ ഡിസംബറിലാണെങ്കിൽ പോലും ഈ ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി കാണിച്ചിരുന്ന ആ ഒരു ഉത്സാഹം ഇപ്പോൾ ഇല്ലാണ്ടായിരിക്കുന്നു. പകരം ഇപ്പോൾ ഒരു ജിം ആൻസൈറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമായിട്ട് മാറിയിട്ട് അതിൻ്റെ മലയാളം ഐ ബിലീവ് ഉത്കണ്ഠ എന്ന ആൻസൈറ്റിൻ്റെ മലയാളം, റൈറ്റ്? സോ ആ ഒരു ആൻസൈറ്റി എന്താണ്, ആ ഫീലിംഗ് പണ്ട് ഇപ്പോൾ അല്ലെങ്കിൽ ഒരു ഒബീസ് ആയിട്ടുള്ള ഒരാളുടെ പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ ജിമ്മിൽ പോയിട്ടില്ല ഇതേവരെ, പക്ഷേ അയാൾക്ക് ജിമ്മിൽ പോകണം, സൈനപ്പ് ചെയ്യണം എന്നാണെങ്കിൽ എന്തൊക്കെ തോട്ട്സ് ആയിരിക്കും വരിക? ഇത് വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഫീലിംഗ്സ് ആണ്, റൈറ്റ്? ഞാൻ വേറെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നത്, ഇതെല്ലാം പക്കാ മെൻ്റലി ഉള്ള സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഫീലിംഗ്സ് തോട്ട്സ് ആണ് ഞാൻ പറയുന്നത്. ഒരു ഒബീസ് ആയിട്ടുള്ള ആളുടെ പെർസ്പെക്റ്റീവ് നോക്കി കഴിഞ്ഞാൽ ജിമ്മിൽ പോകുമ്പോൾ ജിമ്മിൽ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ ജിമ്മിൻ്റെ മാർക്കറ്റിംഗ് എല്ലാം ഈസ് അറൗണ്ട് ലൈക്ക് ഫിറ്റ് പീപ്പിൾ, റൈറ്റ്? അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, എന്നെക്കാൾ ലീനർ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, എന്നെക്കാളും ലൈക്ക് ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ അവിടുത്തെ എക്വിപ്മെൻറ്റ്സ് ബെറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് എക്വിപ്മെൻറ്റ്സ് ഉപയോഗിക്കാൻ അറിയത്തില്ല, സോ ഐ മൈറ്റ് ലുക്ക് ലൈക്ക് എ ഫൂൾ എന്നൊക്കെയുള്ള തോട്ട്സ് മൈൻഡിൽ വരും. ലൈക്ക് ഇറ്റ് ഈസ് റാഷണൽ ഫോർ ദം ടു തിങ്ക് ലൈക്ക് ദാറ്റ്, പക്ഷേ സോ ദിസ് ഈസ് പ്രിവെൻറ്റിങ് ദം ഫ്രം ടേക്കിംഗ് എ സ്റ്റെപ്പ്. മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തടസ്സമായിട്ട് ഇത് നിൽക്കും, ഈ തോട്ട്സ്. അതുപോലെ തന്നെ ഈ ന്യൂ ഇയറിൻ്റെ ഇഷ്യൂവിൽ ഈ മീം കൾച്ചറൊക്കെ കൊണ്ട് ഇതുപോലെ ആളുകൾ അതൊരു വലിയൊരു ഒരു വേ ഓഫ് എന്താ പറയുന്നത്, ഒരു രസമാണ്. അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് ഗോസിപ്പ് ചെയ്യുക, തമാശകൾ പറയുക, മീംസ് ഉണ്ടാക്കുക, ഷെയർ ചെയ്യുക എന്നുള്ള പരിപാടി. പക്ഷേ ഒരു ശതമാനം ആൾക്കാരെ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ ഡിസംബറിൽ പോയി സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അൺഫെമിലിയർ ആയിട്ടുള്ള ഫേസ് ആണ് എൻ്റെ, അതുകൊണ്ട് അവിടെയുള്ള ആളുകൾ ഞാൻ ഇതിൽപ്പെട്ട ആളാണ്, ഞാൻ ഇതുപോലെ വർഷത്തിൻ്റെ ആദ്യത്തെ 2 മാസം ഷോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ജിമ്മിൽ വരാതെ മുങ്ങുന്ന ആളാണ് എന്നുള്ള ഒരു തോട്ട് അവരുടെ ഉള്ളിൽ ഉണ്ടാവുമെന്ന് ഇവരുടെ ഉള്ളിൽ തോന്നൽ വരും, റൈറ്റ്? ഇത് നമുക്ക് റൈറ്റ് ഓർ റോങ് എന്ന് പറയാൻ പറ്റത്തില്ല. റാദർ ഇതിനെ നമുക്കൊരു റിയാലിറ്റി ചെക്കിലൂടെ കടത്തിവിടാം. സോ അങ്ങനെ ജിം ആൻസൈറ്റി അല്ലെങ്കിൽ ഈ ന്യൂ ഇയർ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂ ഇയർ ഇൻഡ്യൂസ്ഡ് ജിം ആൻസൈറ്റി ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, ഒന്നാമത്തെ കാര്യം എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോബഡി കെയർസ്. നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ ആദ്യം ചിന്തിക്കുക, എന്തിനാണ് ആളുകൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നത്? അവരുടെ വീട്ടിൽ ജിം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ജിം വർക്കൗട്ട് എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരവരുടെ ഈവൻ ദോ അവർക്ക് ഉണ്ടെങ്കിൽ തന്നെ അവരെ വീട്ടിൽ നിന്ന് അവേ ആയിരിക്കാം, ചിലപ്പോൾ ജോലിക്ക് വേണ്ടിയിട്ട് വന്നവരായിരിക്കാം, പഠിക്കാൻ വേണ്ടി വന്നവരായിരിക്കാം. പിന്നെ ഈ പറയുന്ന ആളുകൾക്കെല്ലാം തന്നെ ഒരു ലൈഫുണ്ട്, റൈറ്റ്? അവർ ചിലപ്പോൾ സ്കൂളിൽ പോകുന്നവരായിരിക്കാം, ചിലപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നവരായിരിക്കാം, ജോലിക്ക് പോകുന്നവരായിരിക്കാം. അവർ ഓൺ ആവറേജ് ഒരാളെ ജിമ്മിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ 1 to 2 മണിക്കൂർ.
ഈ സമയത്തിൻ്റെ ഇടയ്ക്ക് അവർ ഈ എക്സസൈസസ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുമോ അത് ആൾക്കാർ വായി നോക്കാൻ പോകും. അവിടെ 99% ആളുകളും ഡോണ്ട് കെയർ ആരാണ് പുതിയത് വരുന്നതെന്നോ ആരൊക്കെ വന്നു പോകുന്നതെന്നോ ഇത് നോക്കാൻ വേണ്ടി സമയം പലർക്കും ഇല്ല. ഇത് എൻ്റെ ഒപ്പീനിയനാണ്. എൻ്റെ അഭിപ്രായത്തിലും ഞാൻ എനിക്കറിയാവുന്ന ആളുകൾ ജിമ്മിൽ പോകുന്നവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇത് തന്നെ പറയാനുള്ളത്, റൈറ്റ്? ആരും നമ്മളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നില്ല. പീപ്പിൾ ഹാവ് ദെയർ ഓൺ ബിസിനസ് ടു ഡീൽ വിത്ത്, റൈറ്റ്? സോ ഇനിയിപ്പോൾ ജിമ്മിൽ പോകാൻ പറ്റില്ല, ഞാൻ ഇൻ പർട്ടിക്കുലർ ഞാൻ സ്പെസിഫിക് ആയിട്ട് ജിമ്മിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ആൾക്കാരുടെ അടുത്താണ് ഈ പറയുന്നത്. ഇത് ആപ്ലിക്കബിൾ ടു മെനി അതർ സിനാരിയോസ്. ഇപ്പോൾ ശാരീരികപരം അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് നിങ്ങൾക്കൊരു മാറ്റം വരുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഇതുപോലെ മെമ്പർഷിപ്പ് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു ഒരു ഫ്ലാറ്റ് സർഫസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ എക്സസൈസസ് ചെയ്ത് തുടങ്ങാം, കാലിസ്റ്റനിക്സ് പോലെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് റോഡുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഓടി തുടങ്ങാം എന്ന് അങ്ങനത്തെ കാർഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, പിന്നെ ഫുഡ് വഴിയുള്ള ചേഞ്ചസ് ആണ് നിങ്ങൾക്ക് ആദ്യം താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് വഴിയുള്ള ചേഞ്ചസ് ആദ്യം നടത്താം. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഡ്രൈവിംഗ് ഫാക്ടറാണ് അല്ലെങ്കിൽ ഒരു ഫോഴ്സാണ് ഈ ന്യൂ ഇയർ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരെണ്ണം വരുന്നത് ബർത്ത്ഡേ. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത്, പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ന്യൂ ഇയറിൽ മേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ന്യൂ ഇയറിൽ ഉണ്ടാക്കുന്നതായിട്ടുള്ള റെസൊല്യൂഷൻസ്, റൈറ്റ്? നമ്മൾ മാറ്റങ്ങൾ ആഗ്രഹിച്ച് നമ്മളെ തന്നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നതായിട്ടുള്ള പല സ്റ്റെപ്പുകൾ, അത് ഭയങ്കര വാല്യുബിളാണ്, ഭയങ്കരമായിട്ടുള്ളൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ്. ആർക്കെങ്കിലും ഒരു സെക്കൻഡ് തോട്ട് വരേണ്ട ഒരു ആവശ്യമില്ല. ഇതുപോലെയുള്ള ഉത്കണ്ഠാജനകമായിട്ടുള്ള അല്ലെങ്കിൽ ആൻസൈറ്റി ഉണ്ടാക്കുന്നതായിട്ടുള്ള ഇതുപോലെ തോട്ട്സ് നമുക്കതിനെ അനലൈസ് ചെയ്യാം, റാഷണലി അനലൈസ് ചെയ്യാം. അതിന് എന്തെങ്കിലും ഒരു വാല്യൂ പ്രാക്ടിക്കൽ തലത്തിലുണ്ടോ, അത് നിങ്ങളെ എങ്ങനെയെങ്കിലും സഹായിക്കുന്നുണ്ടോ? ഇപ്പോൾ CBT പോലെയുള്ള തെറാപ്പി സെഷൻസിൽ അവർ ആദ്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തോട്ട്, ഇപ്പോൾ ആൻസൈറ്റി ആണെങ്കിലും ഡിപ്രഷൻ ആണെങ്കിലും, ഓഫ് കോഴ്സ് പ്രൊഫഷണൽ ഹെൽപ്പ് തേടണം. പക്ഷേ അതിൻ്റെ പ്രിലിമിനറി സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അക്നോളജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗിവ് ഇറ്റ് എ തോട്ട്. ഇത് സെൻസ് ഉണ്ടാക്കുന്നുണ്ടോ, ലൈക്ക് ഇത് എനിക്ക് അത് ബെനിഫിഷ്യൽ ആണോ അതോ എന്നെ തളർത്തുന്ന സംഗതിയാണോ, റൈറ്റ്? ഇതുപോലെയുള്ള തോട്ട്സ് നമുക്ക് സ്വയം തന്നെ ചോദിച്ച് റിസോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ ഒരു ജിമ്മിൽ പോകാനുള്ള തീരുമാനം എടുത്തിട്ടുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുക. അപ്പോൾ അതാണ് എൻ്റെ ന്യൂ ഇയർ സന്ദേശം. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ.